ഹായ് നമസ്കാരം. കേൾക്കാൻ സുഖമുള്ള അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ കാത്തിരുന്ന വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. മുഴുവനായിട്ട് വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ നിന്നുള്ള കമൻറ്റുകൾ അറിയിക്കുക. വിവാദ പരാമർശത്തിൽ RSS നേതാവ് മറ്റേ വടിയും കുത്തി നടക്കുന്ന എഴുന്നേറ്റ് നിൽക്കാൻ ആരോഗ്യമില്ലാത്ത ഈ പരട്ടക്കിളവിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു ആഭ്യന്തരമന്ത്രി. ഒരുപാട് സന്തോഷം, അങ്ങേക്ക് ബിഗ് സല്യൂട്ട്. കാരണം ഇതുപോലുള്ള പുഴുത്തവൻ്റെ പേരൊന്നും ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറയില്ല കേട്ടോ. അതിലും എനിക്ക് കൂടുതൽ അഭിമാനമായിട്ട് തോന്നിയതേ നമ്മുടെ നടൻ വിനായകൻ ഉണ്ടല്ലോ. വിനായകൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഈ മരപ്പട്ടിയുടെ ഒരു ഫോട്ടോയും വെച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കുറച്ച് അൺപാർലമെൻ്ററി ആയിട്ടുള്ള വാക്കുകളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് മുഴുവനായിട്ട് ഞാൻ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒന്ന് രണ്ട് വരികൾ ഞാൻ അതിൻ്റെ ഒന്ന് വായിച്ചേക്കാം. നിൻ്റെ അമ്മ, പിന്നെ ലാസ്റ്റ് ഞാൻ പറയുന്നില്ല, ചെയ്യിപ്പിച്ച് നിന്നെ ഉണ്ടാക്കിയ പോലെയല്ല മറ്റുള്ള സ്ത്രീകൾ. ഈ നാട്ടിലുള്ള സ്ത്രീകളും അമ്മമാരും നിൻ്റെ അമ്മയെപ്പോലെ ഡാഷ് ഇഷ്ടപ്പെടുന്നില്ലടാ, തീട്ടം വീണുണ്ടായ മരപ്പൊട്ട. ഇത്രയും നല്ലൊരു കമൻറ്റ് അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു മറുപടി ഇനി സ്വപ്നത്തിൽ മാത്രമേ ഇവനെപ്പോലുള്ള വൃത്തികെട്ട നരഭോജികൾക്ക് കൊടുക്കാനുള്ളൂ. കാരണം എന്താ അറിയാം, ഇവിടെ മനുഷ്യനായിട്ട് പോലും കാണാത്ത നേരാവണ്ണം ഒന്ന് പിടിച്ച് എഴുന്നേറ്റ് നിന്ന് ഒന്ന് അലറിയാൽ അപ്പം തീർന്നു പോവൻ. അതുകൊള്ളുവൻ നമ്മുടെ രാഹുൽ ഈശ്വർ ഉണ്ടല്ലോ. രാഹുൽ ഈശ്വർ ഒരു അടിപൊളി മറുപടി കൊടുത്തിട്ടുണ്ട്. കാരണം രാഹുൽ ഈശ്വർ എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം സനാതനിയാണ്, നല്ലൊരു ഹിന്ദുവാണ്. അപ്പം ഈ രാഹുൽ ഈശ്വർ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് പ്രശ്നം വരത്തില്ല. പക്ഷേ നമ്മൾ ഇത്തരം തെമ്മാടിത്തരങ്ങളും തെണ്ടിത്തരങ്ങളും നാഴികയ്ക്ക് 40 വട്ടം ഇവിടുത്തെ ഒരു സമുദായത്തെക്കുറിച്ചിട്ട് ഇല്ലാവചനവും തെമ്മാടിത്തരവും പറഞ്ഞു കിടക്കുന്ന ഈ വിവരം കെട്ട വിവരദോഷിയായിട്ടുള്ള ഈ കിളവൻ, ഈ നരബാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന ഈ വൃത്തികെട്ടവൻ ഈ സമയത്ത് വല്ല 10 നാമമൊക്കെ ചൊല്ലി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണ്ടേ? അതുപോലും ചെയ്യാതെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് അപരമത വിദ്വേഷവും, ഈ രാജ്യത്തെ സ്ത്രീകളെ കുറിച്ചിട്ട് മോശം പരാമർശം, ഈ രാജ്യത്തെ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം അത് ബലാത്സംഗത്തിനുള്ള ഇടമാണ്, അവിടെ കള്ളും കുടിച്ച് കൂത്താടുകയാണെന്നൊക്കെ ഈ വിവരം കെട്ട വിവരദോഷി പറയുമ്പോൾ കർണം പൊളിച്ച് അടികൊടുക്കേണ്ട പ്രവർത്തികളാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവനെയൊക്കെ തൊട്ടവൻ നാറും എന്നുള്ളത് കൊണ്ട് തന്നെ സെപ്റ്റി ടാങ്കൊന്നും പൊളിക്കാൻ ഇവിടെ ആരും മുന്നോട്ട് വരില്ല. ഏതായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമ്മുടെ രാഹുൽ ഈശ്വർ കൊടുത്തിട്ടുള്ള ഈ ഒരു മറുപടി. യഥാർത്ഥ ഹിന്ദു, യഥാർത്ഥ സനാതന മൂല്യം മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു ഹൈന്ദവ സഹോദരനാണ് രാഹുൽ ഈശ്വർ. എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് രാഹുൽ ഈശ്വറിനെ കുറിച്ചിട്ട് ഓർക്കും. കാരണം ഈ സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ ജാതി മതം നോക്കാതെ കൃത്യമായി മറുപടി കൊടുക്കുന്ന ഇതുപോലുള്ള ആളുകളെ വേണം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ, നമ്മൾ നെഞ്ചിലേറ്റാൻ. രാഹുൽ ഈശ്വർ, അങ്ങേക്കും ബിഗ് സല്യൂട്ട്. ഈ വീഡിയോ കണ്ടുപോയി. TG മോഹൻദാസ് എന്ന ആഭാസം പറയുന്ന മനുഷ്യൻ തീവ്ര ഹിന്ദുത്വവാദി അറസ്റ്റിലേക്കോ? അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. വൃത്തികെട്ട ഏരണം കെട്ട ആഭാസ സംസാരം നടത്തുന്ന ഒരു മനുഷ്യനാണ് ഇങ്ങനെ. അതായത് എനിക്ക് കുറച്ചുകൂടെ കടുപ്പിച്ച് പറയണമെന്ന് ഞാൻ പറയുന്നില്ല. ശബരിമല യുവതി പ്രവേശനത്തിൽ ശബരിമല യുവതികൾ കയറണമെന്ന് പറഞ്ഞിരുന്ന ആളാണ്. ഇവരെ പോലുള്ളവർക്ക് ഒന്നിനോടും കമ്മിറ്റ്മെന്റ് ഇല്ല. ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഒന്നുമില്ല. വിരോധം, വെറുപ്പ്, അതിൽ ജീവിക്കുന്നവരാണ്. എനിക്ക് നേരെയുള്ള ദേഷ്യം കൊണ്ടാണ് പുള്ളി അർത്തുങ്കലിലെ ക്രിസ്ത്യൻ പള്ളി പൊളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും വാവരും വെളുത്തേന്ന് പറയുന്നതിൽ പ്രകോപിതനായി വെളുത്തച്ഛന്റെ പള്ളി പൊളിക്കണം അല്ലെങ്കിൽ ആർത്തുങ്കൽ പള്ളി പൊളിക്കണം എന്ന് പറഞ്ഞ വിദ്വേഷത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അതായത് തികഞ്ഞ ആഭാസമാണ്. നമ്മുടെ ആർഷഭാരത സംസ്കാരം മഹത്തരമാണ്. പക്ഷേ ആർഷഭാരത സംസ്കാരം ന്യൂജനിലെ പലരും ഷോർട്ട് ഫോം ആക്കി ആഭാസമാക്കാറുണ്ട്. ആഭാസമാക്കുന്നത് ഇതേപോലുള്ള ആൾക്കാരുള്ളത് കൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രൊട്ടസ്റ്റിന് വരുന്ന CJPയുടെ പ്രൊട്ടസ്റ്റിന് അവിടെ എത്തിയവർ അല്ലെങ്കിൽ സെന്റർ ടു ലെഫ്റ്റ് നിൽക്കുന്നവർ അവരെല്ലാം റേപ്പ് ഇഷ്ടപ്പെടുന്നവരാണ്, ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണെന്നൊക്കെ പറയുന്നതിന് എന്തർത്ഥമാണ്? പുള്ളിക്ക് എങ്ങനെ അറിയാം? കുറച്ചുകൂടെ കടത്തി ചോദിക്കണമെന്നുണ്ട്. നമ്മുടെ മര്യാദ നമ്മൾ ചോദിക്കുന്നില്ല. എനിക്ക് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ അവരെ എല്ലാം വെടിവെച്ച് കൊണ്ടുവരുന്നു. എന്തൊരു വൃത്തികേടാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് കേൾക്കാം. ബലാത്സംഗം കൂട്ടബലാത്സംഗമായിട്ട് നടക്കും. ഒരു ദൈവം സഹായിച്ച അതിന് പരാതി ഉണ്ടാവില്ല. കാരണം ഈ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ് ഈ വഴലൂർ ദേവസ്വം കളിയാണ് അവിടെ നടക്കുന്നത്. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടല്ല, പെൺകുട്ടികളുണ്ട്. പണ്ട് പുനത്തിൽ എന്തൊരു ആഭാസത്തരമാണ് പറയുന്നത് നോക്കണം. ഈ തീവ്ര ഹിന്ദുത്വവാദം ഹിന്ദുക്കൾക്ക് അപമാനമാണ്, ഈ നാടിന് നാശമാണ്. കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങളോട് പറയാം. ഐ വിൽ ഇമ്പോസ് കർഫ്യൂ ഇൻ ദാറ്റ് ഏരിയ. അല്ല, ജന്തർ ബന്തർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും.
ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും. 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവെക്കും. താൻ ഞൊട്ടും. ആളുകൾ ചിതറിയോടും. കുറെ പേര് മരിക്കും, കുറെ പേര് മരിക്കില്ല, കുറെ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഇതാണ് ജലിയൻ വാലാബാഗിൽ സംഭവിച്ചത്. ഒരു 4 മണി. ഇതാണ് ജലിയൻ വാലാബാഗിൽ സംഭവിച്ചത്. അല്ലെങ്കിൽ അന്ന് നല്ല വലതുപക്ഷക്കാരനായ ലാലാ ലജപത് റായ് ബ്രിട്ടീഷ് ആക്രമണത്തിൽ മരിക്കുന്നതിന്റെ പ്രതികാരം ചോദിക്കാനാണ് നല്ല ഇടതുപക്ഷക്കാരനായ ഭഗത് സിംഗ് പോയത്. നമ്മുടെ നാട്ടിലെ ഇടതും വലതും മധ്യവും ഒക്കെ എന്നും കാണും. പക്ഷേ ഈ തീവ്ര വലത് ഈ നാടിനെ ബാധിച്ച ക്യാൻസറാ. ഒന്ന് ആലോചിച്ച് നോക്കുക. ലാലാ ലജപത് റായ് എന്ന സെന്റർ ടു റൈറ്റ്, വലതേക്ക് ലീൻ ചെയ്ത് നിൽക്കുന്ന മനുഷ്യൻ ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിൽ അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയപ്പോൾ അതിൽ അദ്ദേഹത്തിന് അടി കിട്ടുകയും അദ്ദേഹത്തിന്റെ മരണം ഉണ്ടാകുകയും ചെയ്തു. അതിന് പ്രതികാരം ചോദിക്കാൻ പോയത് ഇടതുപക്ഷക്കാരനായ സോഷ്യലിസ്റ്റായ കമ്മ്യൂണിസ്റ്റ് ലീനിങ് ആയ ഭഗത് സിംഗ് ആണ്. ഈ നാടിന്റെ പൈതൃകം അതാണ്. ഇതേപോലെ ഗോഡ്സേവാദമല്ല. ഈ രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കും. സോ മെനി തിങ്സ് വിൽ ഹാപ്പൻ. ഞൊട്ടും. അതാണ് കുറച്ചുകൂടെ കടുപ്പിച്ച് പറയണമെന്നുണ്ട്. അതായത് നിങ്ങളെ പോലുള്ളവർ അങ്ങനെ ചെയ്താൽ ഈ നാടിന്റെ യൂത്വത്തിൽ ഭഗത് സിംഗുമാരും ഉധം സിംഗുമാരും വീണ്ടും ഉണ്ടാകും. അതാണ് പറയേണ്ടിയിരുന്നത്. പക്ഷേ പോട്ടെ, അങ്ങനെ പറയുന്നില്ല. പകരം നമ്മൾ ഗാന്ധിജിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. ആ പാതയിലാണ് പോകേണ്ടത്. സമാധാനത്തിന്റെ പാതയിൽ. ഇദ്ദേഹത്തിനെതിരെ ഒരുപാട് പേര് പരാതി കൊടുത്തിരുന്നു. ഞാനും അടക്കം പോലീസിനെ അത് ടാഗ് ചെയ്തിരുന്നു. ഇതേപോലെ ആഭാസം പറയുന്ന തീവ്ര ഹിന്ദുക്കൾക്ക് അപകടമാണ്, ഇന്ത്യക്ക് അപകടമാണ്. ഇതൊരു തരം ഗോഡ്സെ മനോഭാവമാണ്, അല്ലെങ്കിൽ ഗോഡ്സെ മൈൻഡ് സെറ്റാണ്. അവിടെ പ്രതിഷേധത്തിന് വരുന്ന പെൺകുട്ടികൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നതാണെന്നൊക്കെ പറയുന്നത് എന്തൊരു പെർവേർട്ടാണ് ഈ മനുഷ്യൻ എന്ന് നിങ്ങൾ ആലോചിക്കണം. അതിന് തക്കമായ ശിക്ഷ കൊടുക്കട്ടെ. ശ്രീ രമേശ് ചെന്നിത്തല അത് അന്വേഷിക്കുകയാണെന്ന് പറയുകയുണ്ടായി. മുതിർന്ന സൈബർ സെൽ IG അന്വേഷിക്കുമെന്ന് പറയും. ശക്തമായ നടപടി എടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിന് കൃത്യമായിട്ട് മറുപടി കൊടുത്തത് വിനായകൻ തന്നെയാണ് കേട്ടോ. കാരണം രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി കുറച്ച് മാന്യമായ രീതിയിലൊക്കെ മറുപടി കൊടുക്കുന്നത്. പക്ഷെ ഇവനെപ്പോലുള്ള ഈ വൃത്തികെട്ട സംഘി ചാണകമൊന്നും മാന്യതയുടെ ഒരു ചെറു കണിക പോലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അത് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന ഈ വൃത്തികെട്ടവൻ, ഈ സ്വന്തം കൊച്ചുമക്കളുടെ പ്രായമുള്ള മക്കള് വസ്ത്രം ധരിച്ചു വരുന്നത് അവർ ഇവിടുത്തെ ബട്ടൺ സൂരിയിട്ടിട്ടാണ്. അതിനകത്തൊക്കെയാണ് ക്യാമറ കുത്തി നടക്കുന്നത്. സത്യം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ വൃത്തികെട്ടവന്റെ 7 അയലത്തൂടെ പോലും കൊച്ചുമക്കളായിക്കോട്ടെ പെൺമക്കളായിക്കോട്ടെ പോകരുത്. കാരണം ഇവൻ അത്രയും വിഷമാണ്. ഇവനെ ഈ ഭൂമിയിലും ആകാശവും അല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. സത്യത്തിൽ രാവിലത്തെ ആ ഒരു ന്യൂസ് കേട്ടപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷമായി. നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അവർ ഇത് അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്ത വന്നു. രാഹുൽ ഈശ്വർ ഇത് പറയുമ്പോഴത്തേക്ക് ആരും വന്നിട്ട് ഇനി അതിൻ്റെ താഴെ വന്നിട്ട് ഉണ്ടാക്കത്തില്ല. നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ തീവ്രവാദി, നമ്മൾ മറ്റേത്, നമ്മൾ മറിച്ച്. ഇവനെപ്പോലുള്ള തെണ്ടികൾ വന്നിരുന്നുകൊണ്ട് തെമ്മാടിത്തരം പറയുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ പറയുന്ന ഇവിടുത്തെ ഹിന്ദുക്കളെയൊക്കെ അപമാനിക്കുന്നു, ഹിന്ദുക്കളെയൊക്കെ ഞാൻ അധിക്ഷേപിക്കുന്നു. ഏതെങ്കിലും ഒരുത്തൻ ഞാൻ ഇവിടുത്തെ ഹൈന്ദവ മത സഹോദരങ്ങളെയോ ആ വിശ്വാസത്തെയോ ഞാൻ തള്ളിപ്പറഞ്ഞതാട്ടോ അല്ലെങ്കിൽ ഞാൻ അവരെ അവഹേളിക്കുന്നതാട്ടോ ഏതെങ്കിലും ഒരു നല്ലൊരു ഹൈന്ദവ സഹോദരൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന പണി ഞാൻ ചെയ്തു തരാം. അല്ലാതെ സംഖ്യകൾ വന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കുരയ്ക്കുമ്പോൾ ഞാൻ നിനക്കൊക്കെ ഈ ഒരു വില മാത്രമേ തരുന്നുള്ളൂ തൽക്കാലം. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.